എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സെൻട്രൽ ഗവൺമെൻറ്റിന് കീഴിൽ വരുന്ന വിശ്വേശ്വരായ ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നോളജിക്കൽ മ്യൂസിയത്തിലേക്ക് ജോലി അവസരമുണ്ട്. ഇതിൻ്റെ കീഴിൽ വേക്കൻസി വരുമ്പോഴത്തേക്കും നമ്മുടെ കോഴിക്കോടും വേക്കൻസി വരുന്നുണ്ട്. തസ്തികകൾ ഏതൊക്കെയാണെന്നും ഡീറ്റെയിൽസും നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നാഷണൽ കൗൺസിൽ ഓഫ് സയൻസ് മ്യൂസിയത്തിന് കീഴിൽ വരുന്ന വിശ്വേശ്വരയ്യ ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നോളജിക്കൽ മ്യൂസിയമാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത്. തസ്തികകൾ വരുന്നത് എഡ്യൂക്കേഷൻ അസിസ്റ്റൻറ്റ്, ജൂനിയർ സ്റ്റെനോഗ്രാഫർ, ഓഫീസ് അസിസ്റ്റൻറ്റ്, ടെക്നീഷ്യൻ, അതുപോലെ തന്നെ ആർട്ടിസ്റ്റാണ്. ആദ്യത്തെ പോസ്റ്റ് എഡ്യൂക്കേഷൻ അസിസ്റ്റൻ്റ് ആണ്. ഇവിടെ വേക്കൻസി ഉള്ളത് ബാംഗ്ലൂർ, കാലിക്കറ്റ്, തിരുപ്പതി, പിന്നെ DSC കാലാബുരാഗിയാണ്. ടോട്ടൽ 4 വേക്കൻസിയാണുള്ളത്. നെക്സ്റ്റ് ജൂനിയർ സ്റ്റെനോഗ്രാഫർ ഒരു വേക്കൻസിയാണ്, അത് ബാംഗ്ലൂരാണ് വേക്കൻസി വരുന്നത്. നെക്സ്റ്റ് ഓഫീസ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് 3, ഇത് ബാംഗ്ലൂരും തിരുപ്പതിയുമാണ് വേക്കൻസി വരുന്നത്. 3 വേക്കൻസിയാണ്. ടെക്നീഷ്യൻ A ഫിറ്റർ ആൻഡ് കാർപ്പൻ്റർ, ബാംഗ്ലൂർ, തിരുപ്പതി ആൻഡ് കാലിക്കറ്റാണ്. കോഴിക്കോട് വേക്കൻസി ഉണ്ട്. 3 വേക്കൻസിയാണ്. ഫൈനലി ആർട്ടിസ്റ്റ് A ആണ് തസ്തിക വരുന്നത്. SC കാറ്റഗറിയാണ്. ഇവിടെ ബാംഗ്ലൂരാണ് വേക്കൻസി വരുന്നത്. അപ്പോൾ ഇതാണ് തസ്തികകൾ വരുന്നത്. ഈ തസ്തികകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. ഓരോ പോസ്റ്റിനും വേണ്ട ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. എഡ്യൂക്കേഷൻ അസിസ്റ്റൻറ്റ് A ആണെങ്കിൽ ഇവിടെ ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ സയൻസ് വിത്ത് ഫിസിക്സ് ആൻഡ് കോമ്പിനേഷൻ ഓഫ് എനി ഓഫ് 2 സബ്ജക്റ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. കെമിസ്ട്രി, മാത്സ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, അസ്ട്രോണമി, ജിയോളജി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇതാണ് വരുന്നത്. ഇനി ഈ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ സയൻസ് വിത്ത് കെമിസ്ട്രി ആൻഡ് കോമ്പിനേഷൻ ഓഫ് സുവോളജി, ബോട്ടണി, മൈക്രോബയോളജി, എൻവയോൺമെൻറ്റൽ സയൻസ്, ബയോടെക്നോളജി ആൻഡ് മോളിക്കുലാർ ബയോളജി ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ശമ്പളം എങ്ങനെയാണെന്ന് നോക്കാം. 29,200 തൊട്ട് 92,300 വരെയാണ് ശമ്പളം ലഭിക്കുന്നത്. പിന്നെ ഓരോ യൂണിറ്റിലും ഡിഫറൻ്റ് ആയിരിക്കും ശമ്പളം വരുന്നത്. ബാംഗ്ലൂരിലാണെങ്കിൽ 61,240, കോഴിക്കോടാണെങ്കിൽ 58,320, തിരുപ്പതി ആണെങ്കിൽ 52,520, കലാബുരാഗി 55,440 ഇങ്ങനെയാണ് ശമ്പളം വരുന്നത്. ജോബ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പ്രായപരിധി 35 വയസ്സ് വരെയാണ്. അടുത്ത പോസ്റ്റ് ജൂനിയർ സ്റ്റെനോഗ്രാഫറാണ്. ബാംഗ്ലൂരിലാണ് വേക്കൻസി ഉള്ളത്. ശമ്പളം 25,500 മുതൽ 81,100 വരെയാണ്. ഇവിടെ ക്വാളിഫിക്കേഷൻ വേണ്ടത് +2 ആണ്. കൂടാതെ ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം. മിനിമം 80 വേർഡ് പെർ മിനിറ്റ് ഇൻ ഷോർട്ട് ഹാൻഡ് ഉണ്ടായിരിക്കണം. അതിൻ്റെ സർട്ടിഫിക്കറ്റും വേണം. ഏജ് ലിമിറ്റ് 25 വയസ്സ് വരെയാണ്. അടുത്ത പോസ്റ്റ് ഓഫീസ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് 3 ആണ്. ബാംഗ്ലൂരിലും തിരുപ്പതിയിലുമാണ് വേക്കൻസി. ശമ്പളം 19,900 മുതൽ 63,200 വരെ. ബാംഗ്ലൂരിലാണെങ്കിൽ ശമ്പളം 39,970 ആയിരിക്കും. തിരുപ്പതി ആണെങ്കിൽ 35,270. ക്വാളിഫിക്കേഷൻ വേണ്ടത് +2 കൂടാതെ ടൈപ്പിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. പ്രായപരിധി 25 വയസ്സ് വരെയാണ്. അടുത്ത പോസ്റ്റ് ടെക്നീഷ്യൻ A ആണ്. ബാംഗ്ലൂർ, തിരുപ്പതി, കോഴിക്കോടാണ് വേക്കൻസി ഉള്ളത്. ശമ്പളം 19,900 മുതൽ 63,200 വരെ. കോഴിക്കോടാണെങ്കിൽ എല്ലാ അലവൻസും കൂടെ ചേർത്ത് ശമ്പളം വരുന്നത് 37,980 രൂപയായിരിക്കും. ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ്സും കൂടാതെ ITI ആണ്. ITI വേണ്ടത് ഫിറ്റർ അല്ലെങ്കിൽ കാർപ്പൻട്രി ട്രേഡിലായിരിക്കണം. ജോബ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പ്രായപരിധി 35 വയസ്സ് വരെയാണ്. അടുത്ത പോസ്റ്റ് ആർട്ടിസ്റ്റ് A ആണ്. ഇവിടെ ബാംഗ്ലൂരിലാണ് വേക്കൻസി ഉള്ളത്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഇൻ ഫൈൻ ഓർ കൊമേഴ്ഷ്യൽ ആർട്ട് ആണ്. അതുപോലെ തന്നെ കോഴ്സ് കഴിഞ്ഞിട്ട് 1 ഇയർ എക്സ്പീരിയൻസും കൂടി ആവശ്യമാണ്. പ്രായപരിധി 35 വയസ്സാണ്. അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഓരോ സെൻറ്ററും ഏതാണെന്ന് കൊടുത്തിട്ടുണ്ട്. കോഴിക്കോട് വരുന്നത് റീജിയണൽ സയൻസ് സെൻറ്റർ ആൻഡ് പ്ലാനറ്റോറിയം, കാലിക്കറ്റിലാണ് വേക്കൻസി വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. സെലക്ട് ആവുന്നവർക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നിയമനം വരാവുന്നതുമാണ്. ഓരോ പോസ്റ്റിൻ്റെയും സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് അറിയാനായിട്ട് ഇവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. PDF വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ SC, ST, OBC, PWBD, ESM കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ വാലിഡ് ആയിട്ടുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ റിട്ടൺ ടെസ്റ്റിനും സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ ടൈപ്പിംഗ് ടെസ്റ്റൊക്കെ പോകുമ്പോഴത്തേക്കും ഈ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകേണ്ടതാണ്.
എക്സാമിൻ്റെ സെൻറ്റർ വരുന്നത് ബാംഗ്ലൂരിലായിരിക്കും. നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. ഇതാണ് അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് www.vismuseum.gov.in/recruitment.php. ഈ സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അപ്ലൈ ചെയ്യുമ്പോൾ ക്യാൻഡിഡേറ്റ്സിന് വാലിഡായിട്ട് ഇമെയിൽ ഐഡിയും മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സിൻ്റെയും സ്കാൻഡ് കോപ്പി, സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള സ്കാൻഡ് കോപ്പി നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ സ്കാൻഡ് കളർ ഫോട്ടോയും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സ്കാൻഡ് സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. രണ്ടിൻ്റെയും സൈസ് 250 KB വരെയാണ്. ഫോർമാറ്റ് JPG അല്ലെങ്കിൽ JPEG ആണ്. ഇനി അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. 885 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. വുമൺ ക്യാൻഡിഡേറ്റ്സിനും SC ST PWBD എക്സ് സർവീസ്മെൻ കാറ്റഗറിക്കും ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. അപ്പോൾ ആപ്ലിക്കേഷൻ ആരംഭിക്കുന്നത് മെയ് 18 മുതലാണ്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂൺ 16 താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. സെൻട്രൽ ഗവൺമെൻറ് കീഴിൽ മ്യൂസിയം, പ്ലാനറ്റോറിയത്തിലൊക്കെ വേക്കൻസി ആഗ്രഹിക്കുന്നവർക്കിപ്പോൾ കോഴിക്കോട് റീജിയണൽ സയൻസ് സെൻറ്റർ ആൻഡ് പ്ലാനറ്റോറിയത്തിലേക്ക് വേക്കൻസി ഉണ്ട്. താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.